ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഈ തുപ്പനാട് മേഖലയിൽ കാണുന്നത്. 4 പേരും ഒന്നിച്ച് ആംബുലൻസുകളിൽ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്നലെ വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് എത്തേണ്ടവരായിരുന്നു. താങ്ങാനാവാത്ത ദൃശ്യങ്ങളാണ്. അപകടം. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞോമനകളെ ഇർഫാനയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇർഫാനയെ യാത്രയക്കാൻ തയ്യാറെടുക്കുമ്പോൾ കുടുംബങ്ങൾ ഒന്നാകെ വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. താങ്ങാനാവാത്ത വിധം ഉള്ളിലിഞ്ഞു പോയ മനുഷ്യരാണ്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു യാത്രയയപ്പ്. ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് സ്കൂളിൽ പോകാൻ തയ്യാറെടുത്തിരുന്ന ഇർഫാനെയാണ് ഇപ്പോൾ ചില്ലുപെട്ടിക്കുള്ളിൽ ചേതനയേറ്റ ശരീരമായി കിടക്കുന്നത്. ആ കുടുംബം എങ്ങനെ സഹിക്കും, നാട്ടുകാർ എങ്ങനെ താങ്ങുമെന്നത് നമുക്കിപ്പോഴും അറിയില്ല. വല്ലാതെ ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണ് ഓരോ വീട്ടിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയുടെയും നിരയുടെയും ഐഷയുടെയും ഭൗതിക ശരീരങ്ങൾ ഇപ്പോൾ തുപ്പനാട് കരിമ്പനക്കൽ സ്കൂളിലേക്ക് മാറ്റുകയാണ്, കരിമ്പനക്കൽ ഹാളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇർഫാൻ ഷെറീൻ്റെ വീട്ടിൽ നിന്നാണ് തത്സമയ ദൃശ്യങ്ങൾ. ഇർഫാൻ ഷെറീൻ്റെ വീട്ടിൽ ദീപക്കുണ്ട്. ദീപക്ക് അങ്ങനെ ബാക്കി എല്ലാ കൂട്ടുകാരികളും ആംബുലൻസിൽ കയറിക്കഴിഞ്ഞു. ഇനി ഇർഫാനയും അല്ലേ ദീപക്? അരുൺ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഇർഫാനയുടെ പിതാവ് സലാം അന്ത്യചുംബനം തൻ്റെ മകൾക്ക് നൽകുന്ന കാഴ്ചയാണ്. കണ്ടുന്ന കാഴ്ചകൾ മാത്രമാണ് ഈ ഒരു മേഖലയിൽ. തുടരുക ഒരു നിമിഷം. ദീപക് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് ഈ ഭൗതിക ശരീരങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു 300-400 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ അറക്കൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് ഇവരുടെ ശരീരങ്ങൾ എത്തിക്കാൻ സാധിച്ചു. ഇനി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഈ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്കാണ് എത്തിച്ചേരുക. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? എനിക്ക് തോന്നുന്നു ഒരുപാട് വോളണ്ടിയർമാരും ഒരുപാട് നാട്ടുകാരും ഒക്കെ ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ ഇക്ബാൽ? അരുൺ, വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ വെച്ച് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ അപകടത്തിൽ മരിച്ച റിദ ഫാത്തിമയുടെ മൃതദേഹം ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആയിഷ ASൻ്റെ മൃതദേഹവുമായി ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് വരുന്ന ആംബുലൻസാണ്. ഇന്നലെ ആയിഷയും റിദയും നിതയും അതുപോലെ തന്നെ ഇർഫാനയും അജ്നയും എല്ലാം ഒരുമിച്ചാണ് ഇന്നലെ ഈ ക്രിസ്മസ് പരീക്ഷ എഴുതാൻ വേണ്ടി കരിമ്പ് സ്കൂളിലേക്ക് പോയത്. പക്ഷേ ഇന്നലെ വൈകിട്ട് പനയമ്പാടത്ത് വെച്ചുണ്ടായ ആ അപകടത്തിൽ 4 പിഞ്ച് ഓമനകളെയാണ് ഈ കരിമ്പ എന്ന് പറയുന്ന തുപ്പനാട് എന്ന് പറയുന്ന ഈ നാടിന് നഷ്ടമായത്. ഇർഫാനയുടെ വീടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മകളെ അവിടെ നിന്ന് മാറ്റുന്നതിന് തൊട്ട് മുൻപ് ഇർഫാനയുടെ ഉമ്മയാണ് എന്ന് തോന്നുന്നു. താങ്ങാനാവാതെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവളെ യാത്രയയക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാക്കി 3 കൂട്ടുകാരികളുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സഹോദരിയെ കാണുന്ന സഹോദരൻ്റെ കാഴ്ച. എന്താണ് സംഭവിച്ചതെന്ന് പോലും കുഞ്ഞനുജൻ അറിയുന്നില്ല എന്നതാണ്. ദീപക്കുണ്ട്. ദീപക്ക് എനിക്ക് തോന്നുന്നു ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒന്നും താങ്ങാൻ പോലും കഴിയുന്നില്ല. ആ ദൃശ്യങ്ങളൊക്കെ വല്ലാതെ ഹൃദയത്തെ തൊട്ടുപോകുന്നതാണ്. അരുൺ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സലാമും ഫാരിസിയും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകി വീട്ടിലേക്ക് മാറിയിരിക്കുക. പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ആംബുലൻസ് തയ്യാറായി നിൽക്കുന്ന സമയത്തിനകം തന്നെ കരിമ്പനക്കലിലെ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി ഇർഫാനയുടെ പറഞ്ഞതുപോലെ കുഞ്ഞു സഹോദരനൊക്കെ എത്തി നോക്കി വിട്ട് കരയുന്നുണ്ട്. അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ കാണേണ്ടി വരുന്നു. അത്യന്തം ഹൃദയഭേദകമായ കാഴ്ച മാത്രമാണ് ഇർഫാനയുടെ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറ്റ കൂട്ടുകാർ, അവരിൽ ഒന്നിച്ചു പോയവർ ഏറ്റവും ഒടുവിൽ
ചേതനയേറ്റ ശരീരമായി ഈ നാട്ടിലേക്ക് അവരുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം എന്നുള്ളതിലേക്ക് സമയത്ത് പൊതുദർശന ഹാളിലേക്ക് തീർച്ചയായും അവർ പോകേണ്ടി വരുന്ന കാഴ്ച, ആ ഒരു ഹൃദയഭേദകമായ കാഴ്ച മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഫാരിസ് അല്പം മുൻപ് തൻ്റെ പൊന്നമ്മയ്ക്ക് ചുംബനം നൽകിയതിന് പിന്നാലെ കുഴഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ബന്ധുക്കൾ ഉൾപ്പെടെ പിന്നീട് വീടിനകത്തേക്ക് പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ പ്രാർത്ഥന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശന ഹാളിലേക്ക് ഇർഫാനയുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ചെറുള്ളിയിൽ നിന്ന് പുറപ്പെടുകയും. അരുൺ. ഐഷയും ഹൃദയും ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഹാളിൽ എത്തിക്കഴിഞ്ഞു. അവർ കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഇർഫാനയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇർഫാനയുടെ യാത്രാമൊഴിയാണ്, അന്ത്യ പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഇർഫാനയുടെ വീട്ടിൽ പ്രേക്ഷകർ കേൾക്കുന്നത്. ഇർഫാനയുടെ വാപ്പ ഹൃദയം തകർന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ചില്ലുപെട്ടിയിൽ തൻ്റെ കുഞ്ഞിങ്ങനെ കിടക്കുന്നത് ഇന്നലെ ഏകദേശം ഈ സമയം വരെയും വൈകുന്നേരം 4 മണി വരെയും ഈ വാപ്പ ഇങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല. ഒരുപാട് സ്വപ്നങ്ങളും കിനാക്കളും കണ്ട് കുഞ്ഞു മക്കൾ വളർന്നു തുടങ്ങിയതാണ്.